الحمد لله. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ മുഴുവൻ സന്ദർഭങ്ങളിലും കാത്തു സൂക്ഷിച്ച് തഖ്വയോടുകൂടെ ജീവിക്കണേ എന്ന് ആമുഖമായി എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവന്റെ മുത്തഖീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പാരത്രിക ലോകത്ത് അവന്റെ മുത്തഖീങ്ങളായ അടിമകൾക്ക് വേണ്ടി അവൻ തയ്യാർ ചെയ്തു വെച്ച സ്വർഗത്തിൽ കുടുംബസമേതം പ്രവേശിക്കാൻ റഹ്മാനായ റബ്ബ് നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നാം ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് ഭയം തോന്നുന്ന, ആശങ്കകൾ തോന്നിപ്പോകുന്ന രൂപത്തിൽ തിന്മകളുടെ ആധിക്യം നമ്മുടെ നാടുകളിലൊക്കെ നാം കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ ഒരു കാലത്ത് ഇങ്ങനെയാണെങ്കിൽ അല്പം വർഷം കൂടെ കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ സമൂഹത്തിൻ്റെ, നമ്മുടെ സമുദായത്തിൻ്റെ, നമ്മുടെ മക്കളുടെ ഒക്കെ അവസ്ഥ എന്ന ചർച്ചകളും എന്ന സംസാരങ്ങളുമൊക്കെ നമ്മുടെ നാടുകളിൽ, നമ്മുടെ ഇടയിലൊക്കെ തന്നെ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണിത്. നന്മകൾക്കൊന്നും നാം ഉദ്ദേശിച്ച പോലെ ആളുകളുടെ പങ്കാളിത്തമില്ല.
എന്നാൽ തിന്മകളുടെ കാര്യത്തിലോ അതൊന്നും ഒരു പ്രശ്നമല്ലാത്ത ഒരവസ്ഥ നമ്മുടെ നാടുകളിൽ സംജാതമായിട്ടുണ്ട്. മുൻകാലങ്ങളിലൊക്കെ മ്ലേച്ഛമാണെന്നും തിന്മയാണെന്നും മോശത്തരമാണെന്നും അത്തരം പ്രവർത്തനങ്ങളിൽ എൻ്റെ സമീപത്തു നിന്നുണ്ടായിക്കൂടാ, അത്തരം സദസ്സുകളിൽ എനിക്ക് പങ്കെടുത്തുകൂടാ, ഞാൻ അവിടെ ഉണ്ടായിക്കൂടാ എന്നൊക്കെ സമൂഹം ധരിച്ചു വച്ചിരുന്ന ചില മ്ലേച്ഛതകൾ, ചില മോശത്തരങ്ങൾ, അതൊക്കെ ഇന്നൊരു മോശമല്ലാത്ത അവസ്ഥയിലേക്ക് സമൂഹത്തിന്റെ പൊതുബോധം അങ്ങനെയായിരിക്കുന്നു എന്നുള്ളതാണ്. അതൊക്കെ അത്ര വലിയ മോശമാണോ? അതൊക്കെ ഇക്കാലത്ത് അങ്ങനെ മോശമാണെന്ന് പറയാൻ പാടുണ്ടോ എന്നുള്ള രൂപത്തിലേക്ക് നമ്മുടെ സമൂഹം എത്തി എന്നുള്ളതാണ്. എവിടെ നോക്കിയാലും തിന്മകളുടെ ആധിക്യമാണ് നമുക്ക് കാണാനുള്ളത്. ദഅവ പ്രവർത്തനങ്ങളിലും ദീനീ മേഖലകളിലുമൊക്കെ സജീവമായ മാന്യന്മാരായി നടക്കുന്നവരുടെ മക്കൾ പലപ്പോഴും വലിയ വലിയ തിന്മകൾക്ക് പിടിക്കപ്പെടുന്ന അവസ്ഥകൾ നമ്മുടെ നാടുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഒരുപാട് പ്രശ്നങ്ങൾ പത്രമാധ്യമങ്ങളിലൂടെ, ദൃശ്യമാധ്യമങ്ങളിലൂടെ, സോഷ്യൽ മീഡിയകളിലൂടെ, നമ്മുടെ നാട്ടുകളിലുള്ള സംസാരങ്ങളിലൂടെയൊക്കെ ഈ തിന്മകളുടെ ആധിക്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെയൊക്കെ ചോദ്യം എന്താണ് ഇതിന് പരിഹാരം എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മളൊരു ദീനി പ്രഭാഷണങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അതല്ലെങ്കിൽ ദീനി പ്രോഗ്രാമുകൾക്കൊന്നും ആളുകളെ കിട്ടാത്തത് എന്തുകൊണ്ടാണ്? പലരും പല ന്യായങ്ങളും പറയും. സമയം കിട്ടാത്തത് കൊണ്ടാണ്, തിരക്കായത് കൊണ്ടാണ്, പല ന്യായങ്ങളും. അതൊക്കെ സത്യം തന്നെയാണോ? വേറെ ചില ആളുകൾ ന്യായം പറയുന്നത് ഇങ്ങനത്തെ പ്രോഗ്രാമുകളൊക്കെ തന്നെ നമുക്ക് യൂട്യൂബിൽ ലഭ്യമല്ലേ, വലിയ വലിയ പ്രമുഖരായ പ്രഭാഷകരുടെ പ്രഭാഷണങ്ങളൊക്കെ നമുക്ക് യൂട്യൂബിൽ ലഭ്യമാണ്. ശരിയാണ്, ലഭ്യമാണ്. പക്ഷെ എത്ര ആളുകൾ കേൾക്കുന്നുണ്ട്? എത്ര ആളുകൾ ഇതൊരു പ്രഭാഷണം കേൾക്കുക എന്നത് മാത്രമല്ല, അതിലുപരി നമ്മുടെ നാടുകളിൽ നടക്കുന്ന ദീനീ സംരംഭങ്ങൾ, അത് അള്ളാഹുവിന്റെ മജ്ലിസാണ്. അള്ളാഹുവിന്റെ റഹ്മത്തും ബറക്കത്തും മഗ്ഫിറത്തും ഒക്കെ ഇറങ്ങുന്ന മജ്ലിസാണ്. അതൊക്കെ പ്രതിഫലം ലഭിക്കപ്പെടുന്ന മജ്ലിസാണ്. അതൊരു ഒത്തൊരുമയുടെ മജ്ലിസാണ്. അത് നമ്മുടെ ഇടയിൽ ഒരു ഐക്യമുണ്ടാക്കുന്ന സദസ്സുകളാണ്. നമ്മൾ ആലോചിക്കേണ്ടത് എന്താണ് ഇതിന്റെ പരിഹാരം എന്നുള്ളതാണ്. ഇത്തരം വിഷയങ്ങളെ കുറിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ സൂറത്ത് ഹദീദിന്റെ 16-ാമത്തെ വചനത്തിൽ അഹ്ലു കിതാബിനെ കുറിച്ച് പറയുന്നുണ്ട്. അല്ലാഹു ചോദിക്കുന്നുണ്ട്, അലം യഅനി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ് വമാ നസല മിനൽ ഹഖ് വലാ യകൂനൂ കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ൽ فطال عليهم الأمد فقست قلوبهم وكثير منهم فاسقون. അല്ലാഹു ചോദിക്കുന്നത്, അലം യഅനി ലില്ലദീന ആമനു, സത്യവിശ്വാസികൾക്ക് ഇനിയും സമയമായിട്ടില്ലേ? അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ സ്മരണയിലേക്ക് ഭയപ്പെട്ടുകൊണ്ട് മുന്നേറാൻ, ആ ഒരു ജീവിതം നയിക്കാൻ, അള്ളാഹുവിന്റെ നിയമാവലികളൊക്കെ സൂക്ഷിച്ച് അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ എന്റെ ഇനിയും വിശ്വാസികൾക്ക് സമയമായിട്ടില്ലേ? അള്ളാഹുവിന്റെ ചോദ്യമാണ്. വമാ നസല മിനൽ ഹഖ്, അവർക്ക് അവതരിപ്പിക്കപ്പെട്ട ആ സത്യത്തിലേക്ക് കീഴൊതുങ്ങാൻ വിശുദ്ധ ഖുർആനും പ്രവാചകന്മാരുടെ അധ്യാപനങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് തങ്ങളുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ എന്റെ ഇനിയും സത്യവിശ്വാസികൾക്ക് സമയമായിട്ടില്ലേ? വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ്, വേദഗ്രന്ഥം നൽകപ്പെട്ട അഹ്ലു കിതാബിനെ പോലെ ആവാതിരിക്കാനും, അങ്ങനെ ആവാതിരിക്കാനും സത്യവിശ്വാസികൾക്ക് സമയമായിട്ടില്ലേ? മിൻ ഖബ്ലു ഫതാല അലൈഹിമുൽ അമദു ഫഖസത് ഖുലൂബുഹും, അല്ലാഹു പറയുന്നു, ഫതാല അലൈഹിമുൽ അമദു ഫഖസത് ഖുലൂബുഹും, അവരിൽ സമയദൈർഘ്യമുണ്ടായി. ആ വേദക്കാരെ സംബന്ധിച്ചിടത്തോളം
അവരുടെ കാലം ദീർഘിച്ചു. അവരിൽ പ്രബോധന പ്രവർത്തനങ്ങൾ നടക്കാതെ, പ്രവാചകന്മാരുടെ നിയോഗം നടക്കാതെ, ദഅവ പ്രവർത്തനങ്ങൾ നടക്കാതെ, സതുപദേശങ്ങൾ ലഭിക്കാതെ ഖാല അലൈഹിമുൽ അമദു, അവരിലെ കാലം അങ്ങനെ ദീർഘിച്ചു വന്നപ്പോ ഫഖസത് ഖുലൂബുഹും, അവരുടെ ഹൃദയം കഠിനമായി പോയി. അക്സറുഹുമുൽ ഫാസിഖൂൻ, അല്ലാഹു പറയുന്നു അവരിൽ അധിക പേരും തോന്നിവാസികളായി. എന്തുകൊണ്ടാണ് ഒരു സമുദായം വഴിപിഴച്ചു പോകുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ അഹ്ലി കിതാബിനെ പോലെ ആവരുത് എന്ന് അള്ളാഹു നമ്മോട് പറയുന്നത്? അങ്ങനെ ആവാതിരിക്കാൻ നിങ്ങൾക്ക് സമയമായിട്ടില്ലേ എന്ന് നമ്മോട് ഗൗരവത്തോടു കൂടെ അള്ളാഹു ചോദിക്കുമ്പോ ആരാണ് അഹ്ലി കിതാബ്? എന്തുകൊണ്ടാണ് അവർ അതിക്രമകാരികളായും തോന്നിവാസികളായും അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും വകവെക്കാതെ തന്നിഷ്ടത്തിനനുസരിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിച്ചത്? എന്തുകൊണ്ട്? അള്ളാഹു പറയുന്നത് ഫഖാല അലൈഹിമുൽ അമദു, ദഅവ പ്രവർത്തനങ്ങൾ അവരിൽ നടന്നിട്ടില്ല. അങ്ങനെ അത് നടക്കാത്ത കാലഘട്ടം അവരിൽ അധികരിച്ചപ്പോ ഫഖസത് ഖുലൂബുഹും, ഹൃദയം കഠിനമായി പോയി. ഹൃദയം നൈർമല്യമാകുന്നത്, നിർമ്മലമാകുന്നത് എങ്ങനെയാണ്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് കടന്നു വരുന്നതിന് മുമ്പത്തെ സമുദായത്തെ കുറിച്ച് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നത് എന്താണ്? വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, വഴിപിഴച്ചു പോയ ഒരു ജനവിഭാഗമായിരുന്നു അവർ. എല്ലാ മോശത്തരങ്ങളും ഉണ്ടായിരുന്ന ഒരു ജനപദമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്നതിന് മുമ്പുണ്ടായിരുന്ന ആളുകൾ. അവരിലേക്ക് ആ പ്രവാചകൻ കടന്നു വന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നു യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. അള്ളാഹുവിന്റെ പ്രവാചകൻ അവരിലേക്ക് കടന്നു വന്നു. യത്ലൂ അലൈഹിം ആയാതി, അള്ളാഹുവിന്റെ ആയത്തുകൾ ഓതി അവരോട് സംസാരിച്ചു. വയുസക്കീഹിം, അവരെ സംസ്കരിച്ചു കൊടുത്തു. വയുഅല്ലിമുഹുൽ കിതാബ്, ഈ ഗ്രന്ഥം അവരെ പഠിപ്പിച്ചു കൊടുത്തു. നമ്മൾ ആശങ്കാകുലരാണ്. എങ്ങനെയാണ് നമ്മുടെ പുതുതലമുറയെ, എങ്ങനെയാണ് ഈ അപജയങ്ങളിൽ നിന്ന് നമ്മുടെ സമൂഹത്തെ മാറ്റിയെടുക്കുന്നത്? എങ്ങനെയാണ് ഒരു പരിവർത്തനം ഉണ്ടാകുന്നത്? നമുക്കൊക്കെ ആഗ്രഹമുണ്ട്, ഒന്ന് നന്നായി കിട്ടണം, ഇതൊക്കെ ഒന്ന് ശരിയാവണം. ലഹരിയുടെ ആധിക്യം, വിചാരത്തിന്റെ ആധിക്യം, തോന്നിവാസങ്ങളുടെ ആധിക്യം, നമ്മുടെ സമുദായം ഇങ്ങനെ പോയാൽ ഇതെവിടെ എത്തും? പക്ഷേ ആ ആശങ്കകൾക്കപ്പുറത്ത് എന്തുണ്ട് പരിഹാരം എന്നതിനെ കുറിച്ച് സഹോദരങ്ങളെ നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? അതിനുള്ള പരിഹാരത്തിലേക്ക് നീങ്ങാൻ എന്തുണ്ട് പോംവഴി എന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഖുർആൻ പറയുന്നു വേറെ മാർഗങ്ങളില്ല, ദഅവ പ്രവർത്തനങ്ങൾ മാത്രമാണ് അതിനുള്ള മാർഗമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. പ്രബോധന പ്രവർത്തനങ്ങൾ നടക്കണം. വളരെ കൃത്യമായിട്ട് നമ്മുടെ സമൂഹത്തിലേക്ക്, സമുദായത്തിലേക്ക് ദഅവ പ്രവർത്തനങ്ങൾ നടക്കണം. നാം മനസ്സിലാക്കിയ സത്യമുണ്ടല്ലോ. നമ്മൾ എന്തുകൊണ്ടാണ് പള്ളിയിലേക്ക് വരുന്നത്? സുബഹി ജമാഅത്തിന്. നമ്മൾ എന്തുകൊണ്ടാണ് ഖുർആൻ ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നത്? നമ്മൾ എന്തുകൊണ്ടാണ് നന്മകളിൽ വ്യാപൃതരാകുന്നത്? എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ രാത്രി എഴുന്നേറ്റുകൊണ്ട് ഖിയാമുൽ ലൈൽ, തഹജ്ജുദ് നമസ്കരിക്കാൻ എന്തുകൊണ്ടാണ്? നമുക്ക് എന്ത് മോട്ടീവ്, എന്ത് പ്രചോദനമാണുള്ളത്? നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഒരു ലോകം വരാനുണ്ട്, ഞാൻ തനിച്ചാകുന്ന ഒരു പരലോകം വരാനുണ്ട്. ആ പരലോകത്ത് റബ്ബിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് റബ്ബിന്റെ ചോദ്യത്തിന് മറുപടി പറയേണ്ടി വരുമെന്ന് ഉത്തമ ബോധ്യമുള്ളവരാണ് നമ്മൾ. നമ്മൾ പാതിരാക്ക് എഴുന്നേൽക്കുന്നു, നമ്മൾ ഖുർആൻ ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നു, നമ്മൾ ദീനി പ്രവർത്തനങ്ങളിൽ സജീവമാകുന്നു. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന പലരെയും ലഭിക്കുന്നില്ല. ഒരുപാട് ആളുകൾ അതിൽ നിന്നും പിന്നോട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. വല്ലാത്ത ഒരു മടുപ്പ് സമൂഹത്തിന് തോന്നുന്നു. അങ്ങനെ അതിൽ നിന്നൊക്കെ സമൂഹം അകന്നു പോകുന്നു. ശരി, അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തരുന്ന പോംവഴി ദഅവ പ്രവർത്തനമാണ്. ദഅവ പ്രവർത്തനം നടത്തിയിട്ടില്ല എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അല്ലാഹു പറയുന്നത് എന്താണെന്നറിയോ? യാ അയ്യുഹർ റസൂൽ ബല്ലിഗ് മാ ഉൻസില ഇലൈക മിർ റബ്ബിക വഇൻ ലം തഫ്അൽ ഫമാ ബല്ലഗ്ത റിസാലത. റസൂലേ, താങ്കൾക്ക് അവതരിപ്പിക്കപ്പെട്ട ഈ അധ്യാപനങ്ങൾ ഉണ്ടല്ലോ, ഈ വഹി ഉണ്ടല്ലോ, ഇത് ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം, ഇതങ്ങ് പ്രബോധനം ചെയ്യണം. ഇനി വഇല്ലം തഫ്അൽ ഫമാ ബല്ലഗ്ത റിസാല, ഇതിൽ നിന്നെങ്ങാനും ഇത് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്നില്ല എങ്കിൽ
താങ്കൾ പ്രബോധനം നിർവഹിച്ചിട്ടില്ല എന്ന അപരാധമാണ് താങ്കൾ ചെയ്തത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയുന്നു. വദഉ ഇലാ റബ്ബിക വലാ തകൂനന്ന മിനൽ മുശ്രികീൻ. നിങ്ങൾ അല്ലാഹുവിലേക്ക് ക്ഷണിക്കണം, റബ്ബിലേക്ക് നിങ്ങൾ ആളുകളെ ക്ഷണിക്കണം. വലാ തകൂനന്ന മിനൽ മുശ്രികീൻ. നിങ്ങൾ ബഹുദൈവ വിശ്വാസികളിൽ പെട്ടുപോകരുത്. ഇവിടെയൊക്കെ അള്ളാഹു പഠിപ്പിക്കുന്നത് എന്താ? നമ്മൾ കാര്യം മനസ്സിലാക്കി നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? ഞാൻ ഉഷാറായാൽ മതി, ഞാൻ ഇങ്ങനെ ഖുർആൻ പഠിച്ചിട്ടുണ്ട്, എനിക്കിതൊക്കെ അറിയാം, ഞാൻ നിസ്കരിക്കുന്നുണ്ട്, ഞാൻ നോമ്പെടുക്കുന്നുണ്ട്, ഓൽക്കൊക്കെ വേണി ഒരു പഠിച്ചോട്ടെ. ഇതൊരു മുഅ്മിനിന്റെ ചിന്താഗതിയാവരുത്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമായ ഹിദായത്ത് നമുക്ക് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ ഈ ഹിദായത്തിന്റെ വെളിച്ചം നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ മക്കളിലേക്ക്, നമ്മുടെ ഭാര്യയിലേക്ക്, നമ്മുടെ ഭർത്താവിലേക്ക്, നമ്മുടെ മാതാപിതാക്കളിലേക്ക്, നമ്മുടെ അയൽവക്കങ്ങളിലേക്ക്, നമ്മുടെ നാടുകളിലേക്ക് എല്ലാം എത്തിക്കാനുള്ള പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി. അത് എത്തിക്കുക എന്നുള്ളതാണ് ദഅവ പ്രവർത്തനം. അത് നമ്മിൽ നിന്നുണ്ടാവണമെന്ന് അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നു. ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹി അലാ ബസീറ അന വമനിത്തബഇനി. ഇതൊരു പ്രവാചകന് മാത്രമുള്ള ഡ്യൂട്ടിയല്ല, അത് നബിക്ക് മാത്രമുള്ളതല്ല. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹ് പറയുന്നു, കുൽ, അങ്ങ് പ്രഖ്യാപിക്കണം, ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹ്, ഇതാണ് എന്റെ മാർഗം, ഈ അല്ലാഹുവിലേക്കാണ്, ഈ മാർഗത്തിലേക്കാണ്. അദ്ഉ, ഞാൻ ക്ഷണിക്കുന്നത്, ഇലല്ലാഹ്, അല്ലാഹുവിലേക്കാണ്. അലാ ബസീറ, കൃത്യമായ ദൃഢബോധ്യത്തോടുകൂടെയാണ് ഞാൻ ക്ഷണിക്കുന്നത്. അന വമനിത്തബഅനി, ഞാൻ മാത്രല്ല, അന വമനിത്തബഅനി, ഞാനും എന്നെ പിൻപറ്റിയവരും ഈ പ്രവർത്തനം നിർവഹിക്കുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ പ്രവാചകനോട് ഇത് പ്രഖ്യാപിക്കാൻ അള്ളാഹ് പഠിപ്പിക്കണം. അപ്പൊ നമ്മള് ഇതൊക്കെ വേറെ ആരെങ്കിലും ചെയ്തോട്ടെ അല്ലേ? അങ്ങനെ നോക്കൂ, അതിന്റെ അപചയം ഏറ്റവും ചെറിയ സൂറത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അസ്ർ നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. വൽ അസ്ർ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. മനുഷ്യരെല്ലാവരും പരാജയത്തിലാണ്. അള്ളാഹു പറഞ്ഞു, എല്ലാവരും പാരത്രിക ലോകത്ത് മനുഷ്യരൊക്കെ പരാജയപ്പെട്ടു പോകും. എന്നിട്ട് പരാജയപ്പെടാത്ത ചില വിഭാഗങ്ങളെ അള്ളാഹു പഠിപ്പിച്ചത് ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിൽ സബ്ർ. സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും അതേ രൂപത്തിൽ തന്നെ വതവാസൗ ബിൽ ഹഖ്, ഈ സത്യത്തെ പരസ്പരം ഉപദേശിക്കുകയും ചെയ്യുന്ന ആളുകൾ. ഇതൊരു ബാധ്യതയാണ്. ഇത് പാരത്രിക ലോകത്ത് പരാജയപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ എന്റെയും നിങ്ങളുടെയും ബാധ്യതയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പഠിപ്പിക്കുകയാണ്. വളരെ ഗൗരവത്തോടു കൂടെ ചിന്തിക്കേണ്ട. പക്ഷേ ഇന്ന് പലർക്കും സമയമില്ല. ഇന്ന് നമ്മളും നമ്മുടെ കച്ചവടവും, നമ്മളും നമ്മുടെ ജോലിയും, നമ്മളും നമ്മളെ ചില തിരക്കുകളും, നമ്മളും നമ്മുടെ കുടുംബങ്ങളും ഇതിനകത്തേക്ക് ഒതുങ്ങി. ദീനി പ്രവർത്തനങ്ങൾക്കൊന്നും ആളെ കിട്ടാനില്ല, അതിനൊന്നും ആളുകൾക്ക് വലിയ താല്പര്യമില്ല. ഇതൊക്കെ ഒരു മോശം പരിപാടിയാണെന്നോ, അതൊക്കെ എങ്ങനെയാ, അപ്പൊ അതിനൊക്കെ ചില നമ്മളെ പള്ളിയായിട്ട് ബന്ധപ്പെട്ടിട്ട് 3-4 ആളുകളുണ്ടല്ലോ, അവര് ചെയ്തോട്ടെ, മദ്രസയായിട്ട് ബന്ധപ്പെട്ടിട്ട്, അതല്ലെങ്കിൽ സംഘടനയായിട്ട് ബന്ധപ്പെട്ടിട്ട് അവര് നടത്തിക്കോട്ടെ. ഈ ചിന്താഗതി എത്തിക്കുന്നത് നമ്മുടെ പരാജയത്തിലേക്കാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ് വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. സഹോദരങ്ങളെ, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നതിനേക്കാൾ നല്ല സംസാരം സംസാരിച്ച വ്യക്തി വേറെ ആരുണ്ട്? അള്ളാഹുവിന്റെ ചോദ്യമാണ്. അതിന്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവനേക്കാൾ വമൻ അഹ്സനു, മറ്റാരുണ്ട് നല്ലവൻ? അള്ളാഹുവിന്റെ ചോദ്യമാണ്. വഅമില സാലിഹൻ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവനേക്കാൾ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ,
ഞാനൊരു മുസ്ലിമാണെന്ന് ഇസ്സത്തോടെ അഭിമാനത്തോടുകൂടെ പ്രഖ്യാപിക്കുകയും ചെയ്തവനേക്കാൾ ഉത്തമനായവൻ അഹ്സനായവൻ മറ്റാരുണ്ട്? ഈ ചോദ്യമൊക്കെ ഇക്കാലത്ത് വലിയ പ്രസക്തമുള്ള, കാരണം പലർക്കും പറയാൻ മടിയാണ് ഞാൻ മുസ്ലിമാണ്. മുസ്ലിമിന്റെ ശിആറുകൾ, മുസ്ലിമിന്റെ രീതികൾ, മുസ്ലിമിന്റെ ആചാരങ്ങൾ, മുസ്ലിമിന്റെ സദസ്സുകൾ അവിടെയൊക്കെ പങ്കെടുക്കുമ്പോ ഞാനെന്തോ ഒരു മോശക്കാരനായി പോകും എന്നുള്ള ചിന്തയാണ്. മറ്റുള്ളവരുടെ ആചാരങ്ങളും വിശ്വാസങ്ങളും ആഘോഷങ്ങളും ഒക്കെ കടെടുത്തുകൊണ്ട് അതും കൂടെ ഒക്കെ ഉണ്ടെങ്കിലേ ഞാനൊരു മതേതരത്വമുള്ളവനാകൂ, അപ്പോഴേ ഞാനൊരു മുസ്ലിമായി ഈ അല്ലേ, അങ്ങനെ അത്തരം ചിന്താഗതികളിലൂടെയാണ് നമ്മുടെ സമുദായം ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ എന്റെ റബ്ബ് പറഞ്ഞതുപോലെ എന്റെ പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ അടിയുറച്ചു നിൽക്കുന്ന ഒരു ദൃഢവിശ്വാസിയാണ് ഞാൻ. ഇത് പ്രഖ്യാപിക്കണം എന്നുള്ളതാണ്. പ്രഖ്യാപിക്കൽ മാത്രമല്ല, ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഇത് നമ്മുടെ സഹോദരങ്ങളെ പുറത്തേക്കൊക്കെ പോകുന്നതിന് മുമ്പ് നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ മക്കളിൽ, നമ്മുടെ നാട്ടിൽ, നമ്മുടെ മഹല്ലിൽ, നമ്മുടെ സമുദായത്തിൽ ഇതുണ്ടാവണ്ടേ? ഈ നന്മകൾ പകർന്നു കൊടുക്കണ്ടേ? ബൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈരി യഅ്മുറൂന ബിൽ മഅറൂഫ് വയഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. വിജയികളായ ആളുകളെ കുറിച്ചിട്ട് അല്ലാഹു പറയാൻ, ഇത് ഏതെങ്കിലും ഒരു വ്യക്തി ചെയ്യേണ്ട കാര്യമല്ല, ഇത് ഏതെങ്കിലും ഒന്നോ രണ്ടോ ആളുകളല്ല. അല്ലാഹു ബൽതകും മിൻകും ഉമ്മത്തുൻ, ഇതൊരു സമൂഹം, ഒരു സമുദായം നിങ്ങളിൽ നിന്നുണ്ടാവണം. ഇതൊരു സാമൂഹ്യ ബാധ്യതയാണ്. എന്താ അവരുടെ പ്രവർത്തനം? എന്താ അവർ ചെയ്യേണ്ടത്? യദ്ഊന ഇലൽ ഖൈർ, നന്മയിലേക്ക് ക്ഷണിക്കണം, നന്മ പറഞ്ഞു കൊടുക്കണം. അതിന് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന ആളുകൾ ഉണ്ടാകും, അത് എഴുതി കൊടുക്കാൻ പറ്റുന്ന ആളുകൾ ഉണ്ടാകും, സാമ്പത്തികമായി സഹായിക്കാൻ കഴിയുന്ന ആളുകൾ ഉണ്ടാകും, ശാരീരികമായി സഹായിക്കാൻ കഴിയുന്ന ആളുകൾ ഉണ്ടാകും, ക്ഷണിക്കാൻ പോകാൻ പറ്റുന്ന ആളുകളെല്ലാം. എന്തൊക്കെ പ്രവർത്തനങ്ങളാണോ നമ്മൾ കൊണ്ട് പറ്റുന്നത് അത് അല്ലാഹുവിന്റെ മുമ്പിൽ അത് ദഅവ പ്രവർത്തനമായി രേഖപ്പെടുത്തും. അത് സജീവമാവണം നമ്മൾ. ഇത് ഏതെങ്കിലും ഒന്നോ രണ്ടോ ആളുകളിൽ നിക്ഷിപ്തമായ പരിപാടിയല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. നാം പാരത്രിക ലോകത്ത് പരാജയപ്പെടാതിരിക്കാൻ, പാരത്രിക ലോകത്ത് നമ്മൾ വിജയികളാവാൻ വേണ്ടി നാം എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മളിൽ ഇത്തരം ഒരു സമുദായം ഉണ്ടാവണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. ഇത്തരം ആയത്തുകളുടെ ആശയങ്ങൾ ഉൾക്കൊണ്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായം നോക്കൂ. മസ്ജിദുൽ ഹറാം, അതുപോലെ തന്നെ മസ്ജിദുൻ നബവിയും അതിനോടൊക്കെ ചുറ്റുഭാഗത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഒത്തുനിന്ന സ്വഹാബത്ത്, അവസാനത്തെ പ്രഭാഷണത്തിൽ, ഹജ്ജത്തുൽ വദാഇന്റെ പ്രഭാഷണത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഹാജറുള്ളവർ ഹാജറില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ തങ്ങളുടെ കുതിരകൾ ഏതു ഭാഗത്തേക്ക്, ഏത് ദിശയിലേക്ക് തിരിഞ്ഞു നിന്നോ, തങ്ങളുടെ കഴുതകളും ഒട്ടകങ്ങളും ഏത് ദിശയിലേക്കാണോ തിരിഞ്ഞു നിന്നത്, മറ്റൊന്നും ചിന്തിക്കാതെ ആ ദിശയിലേക്ക് അല്ലാഹുവിന്റെ വചനങ്ങളും ഈ ദിവ്യബോധനങ്ങളും ഈ ദർശനങ്ങളും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പുറപ്പെട്ടവരാണ് മഹാന്മാരായ സ്വഹാബത്തുൽ കിറാം. അവർക്കറിയാം ഇതിന്റെ മഹത്വം, അവര് മനസ്സിലാക്കിയിട്ടുണ്ട് ഇതിന്റെ പ്രതിഫലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന്റെ പ്രതിഫലമായി എത്രയെത്ര ഹദീസുകളാണ് സഹോദരങ്ങളെ നമ്മെ പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ദആ ഇലാ ഹുദൻ കാന ലഹു മിനൽ അജ്രി മിസ്ലു ഉജൂരി മൻ തബിഅഹു ലാ യൻഖുസു ദാലിക മിൻ ഉജൂരിഹിം ശൈഅ. ഒരാൾ നോക്കൂ, നമ്മുടെ പ്രവർത്തനങ്ങളെ കൊണ്ട് ഒരാൾ നന്മയിലേക്ക് എത്തിയാൽ, നമ്മളൊരു പ്രോഗ്രാം വെച്ചു, നമ്മൾ ക്ഷണിച്ചതാണ് അയാളെ, നമ്മൾ വീട് കയറിയതാണ്, നമ്മൾ സ്ക്വാഡ് വർക്ക് ചെയ്തതാണ്, നമ്മുടെ ലഘുലേഖ കൊടുത്തതാണ്, നമ്മൾ പണം കൊടുത്തതാണ്, നമ്മൾ അതിനുള്ള സജ്ജീകരണങ്ങളിൽ നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അത്തരം ഒരു പ്രോഗ്രാമുകളിലൂടെ ഒരു മനുഷ്യന് വെളിച്ചം കിട്ടിയാൽ, ഒരു മനുഷ്യൻ നമസ്കാരം ആരംഭിച്ചാൽ, ഒരാൾ ലഹരി ഉപയോഗിക്കുന്നത് അവസാനിച്ചാൽ, ഒരാൾ ഖുർആൻ പഠിക്കാൻ തുനിഞ്ഞാൽ, നോക്കൂ റസൂലുള്ളാഹി പറയാൻ, മൻ ദആ ഇലാ ഹുദൻ കാന ലഹു മിനൽ അജ്രി മിസ്ലു ഉജൂരി മൻ തബിഅഹു. മറ്റേ അയാൾ പ്രവർത്തിച്ച അതേ പ്രതിഫലം ഒന്നും കുറയാതെ, ലാ യൻഖുസു ദാലിക മിൻ ഉജൂരിഹിം ശൈഅ, ഒരു തരിമ്പ് പോലും കുറയാതെ അയാൾ പ്രവർത്തിച്ച പ്രവർത്തനത്തിന്റെ പ്രതിഫലം അയാൾക്ക് ലഭിക്കുന്നതോടൊപ്പം ഒന്നും കുറയാതെ നമുക്കും ലഭിക്കുന്നു. ഇതാണ് ദഅവ പ്രവർത്തനം. ഇതാണ് ദഅവ പ്രവർത്തനം. നമസ്കരിക്കാത്ത ഒരു മനുഷ്യന്, മദ്യപിക്കുന്ന ഒരു മനുഷ്യൻ, ഖുർആൻ ക്ലാസ് പങ്കെടുക്കാത്ത ഒരു മനുഷ്യൻ, ഖുർആൻ പഠിക്കാത്ത ഒരാൾ നമ്മുടെ സംസാരം കൊണ്ട്, നമ്മുടെ പ്രവർത്തനം കൊണ്ട്, ഒരു ദഅവ പ്രവർത്തനം കൊണ്ട് അതിലേക്ക് എത്തിയാൽ
അയാൾക്ക് അതിന്റെ പ്രതിഫലം ലഭിക്കുന്നുണ്ട്. അയാൾ പ്രവർത്തിക്കുന്നത് പോലെ ഒരു തരിമ്പ് പോലും പ്രതിഫലം കുറയാതെ സഹോദരങ്ങളെ നമുക്കും ഈ പ്രവർത്തിച്ചതിന്റെ പ്രതിഫലമായിട്ട് നമുക്കും അത് ലഭിച്ചുകൊണ്ടിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ എത്രത്തോളം വലിയ മഹാത്മ്യമുള്ള പ്രവർത്തനമാണ് ഈ ദഅവ മേഖല എന്ന് നമ്മൾ തിരിച്ചറിയണം. സൂചിപ്പിച്ചതുപോലെ ഇത്തരം വിഷയങ്ങൾ, ഇത്തരം പ്രശ്നങ്ങൾ, നമ്മൾ ആശങ്കാകുലരാകുന്ന, നമ്മൾ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇത്തരം മോശത്തരങ്ങൾ, അതിനൊക്കെ ഒരു മറുമരുന്നായി നമുക്ക് കാണാനുള്ളത് നമ്മുടെ നാടുകളിൽ സജീവമായ ദഅവ പ്രവർത്തനങ്ങൾ നടക്കുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ദല്ല അലാ ഖൈരിൻ, നിങ്ങൾ ഒരാൾക്ക് ഒരു ഖൈർ അറിയിച്ചു കൊടുത്താൽ, ഒരു നന്മ പറഞ്ഞു കൊടുത്താൽ, ഫലഹു മിസ്ലു അജ്രി ഫാഇലിഹി, ആ പ്രവർത്തിക്കുന്ന ആളുടെ അതേ പ്രതിഫലം നമുക്ക് ലഭിക്കുമെന്നാണ്. ഇതുപോലെ അർത്ഥം വരുന്ന, ആശയം വരുന്ന ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെ നമുക്കൊരു പ്രചോദനമാകണം. നമ്മൾ ഒന്നിച്ച് ഈ ഒരു മേഖലയിൽ, ദഅവ മേഖലയിൽ, ഈ പ്രബോധന മേഖലയിൽ നമ്മൾ ഒന്നിച്ചുണ്ടാവണം. അള്ളാഹുവിൽ നിന്നുള്ള അതിമഹത്തായ പ്രതിഫലം കരസ്ഥമാക്കാനുള്ള ലക്ഷ്യത്തോടുകൂടെ ഒന്നിച്ച് ഇത്തരം പ്രവർത്തനങ്ങളിൽ നമ്മൾ ഓരോരുത്തരും വ്യാപൃതമാവണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, സൂചിപ്പിച്ചതുപോലെ ഒരുപാട് ആശങ്കകളും പ്രയാസങ്ങളും ഭയപ്പാടുകളുമൊക്കെ നമുക്കിടയിലുണ്ട് എന്ന് ദീനുമായി ബന്ധപ്പെട്ടവർ പരസ്പരം സംസാരിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ബോധ്യമുള്ള വിഷയമാണ്. നമ്മുടെയൊക്കെ സംസാരങ്ങളിൽ വരുന്ന ആശങ്കകളാണ്. അതിനുള്ള ഒരു മറുമരുന്നാണ് ദഅവ പ്രവർത്തനം എന്നുള്ളത്. അത് തുടങ്ങേണ്ടത് നമ്മുടെ കുടുംബത്തിൽ നിന്നാണ്, നമ്മുടെ മക്കളിൽ നിന്നാണ്, നമ്മുടെ ഭാര്യമാരിൽ നിന്നും, നമ്മുടെ ഭർത്താക്കന്മാരിൽ നിന്നും, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കുടുംബത്തിനകത്ത് ഒരു ദീനി അന്തരീക്ഷമുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസക്കും വഅഹ്ലീകും നാറ, നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷിക്കണം. വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, പരിശോധിക്കണം നമ്മുടെ മക്കളുടെ നമസ്കാരത്തിന്റെ അവസ്ഥ എന്താണ്, നമ്മുടെ ഭാര്യയുടെ അവസ്ഥ എന്താണ്, നമ്മുടെ ഭർത്താവിന്റെ അവസ്ഥ എന്താണ്, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കുടുംബങ്ങൾ, ഇത്തരം വിഷയങ്ങളിൽ, ദീനീ മേഖലകളിൽ അവരെവിടെയാണ്? അവരിലേക്ക് ഈ നന്മകൾ എത്തിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ? ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രബോധനം നമുക്കറിയാം. യാ അബത്തി യാ അബത്തി യാ അബത്തി, എന്റെ പ്രിയപ്പെട്ട പിതാവേ എന്ന് പറഞ്ഞുകൊണ്ട് പിതാവിനെ ഒരുപാട് ഉപദേശങ്ങൾ നൽകുന്ന, ഈ സത്യത്തെ എത്തിച്ചു കൊടുക്കുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. മഹാനായ ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ പ്രിയപ്പെട്ട മകനെ വിളിച്ചുകൊണ്ട് യാ ബുനയ്യ യാ ബുനയ്യ യാ ബുനയ്യ, എത്ര തവണയാണ് എന്റെ കുഞ്ഞുമോനെ എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആനിലെ സൂറത്തുൽ ലുഖ്മാൻ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തിന്റെ മകന് അള്ളാഹുവിന്റെ ഈ ദീൻ കൃത്യമായി പകർന്നു കൊടുക്കുന്നു. ഓരോ പ്രവാചകന്മാരുടെയും ചരിത്രങ്ങൾ നമുക്ക് എടുത്ത് പഠിപ്പിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് നമ്മളും ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ മക്കളിലേക്ക്, നമ്മുടെ കുടുംബത്തിനകത്ത്, നമ്മുടെ വീടിനകത്ത് സഹോദരങ്ങളെ ഖുർആൻ പാരായണം നടക്കുന്നുണ്ടോ? കൃത്യമായി നമസ്കാരം നിർവഹിക്കപ്പെടുന്നുണ്ടോ? നമ്മുടെ നാടുകളിലേക്ക് എന്നിട്ട് നമ്മൾ വരണം. എന്താണ് നമ്മുടെ മഹലിന്റെ അവസ്ഥ? ഖുർആൻ പഠന സദസ്സുകൾ നമ്മുടെ നാട്ടിലുണ്ടോ? നമ്മുടെ മഹല്ലിൽ നടക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മിൽ എത്ര പേർ അതിൽ പങ്കെടുക്കുന്നുണ്ട്? അങ്ങനെ പങ്കെടുക്കുന്ന ആളുകൾ ഒന്ന് ആലോചിക്കണം. നമ്മുടെ മക്കൾ അതിനകത്തുണ്ടോ? നമ്മുടെ ഭാര്യയുണ്ടോ? നമ്മുടെ ഭർത്താവുണ്ടോ? ഇല്ല എങ്കിൽ എന്താണ് അവർക്കതിന് എത്താനുള്ള തടസ്സം? ന്യായമായ തടസ്സങ്ങളാണോ? അതല്ല അള്ളാഹുവിന്റെ മുമ്പിൽ ന്യായം പറയാൻ കഴിയാത്ത തടസ്സങ്ങളാണോ? സ്വയം പരിശോധിക്കുക. ഞാൻ ആരെയും ആക്ഷേപിക്കാനോ പ്രയാസപ്പെടുത്താനോ സൂചിപ്പിക്കുന്നതല്ല. ഇതല്ലാത്ത മറ്റൊരു മാർഗം പരിവർത്തനത്തിനില്ല എന്നതുകൊണ്ട് സൂചിപ്പിച്ചതാണ്. ഭാവിയിൽ നമ്മൾ വിരല് കടിക്കാതിരിക്കാൻ ഇതല്ലാതെ മറ്റൊരു പരിഹാരമില്ല എന്നാണ് ഖുർആനിൽ നിന്നും പ്രവാചകന്റെ ചര്യയിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് ഇനി
നമ്മൾ സമയം വൈകിയിട്ടില്ല. അള്ളാഹ് ചോദിച്ചതുപോലെ സമയമായില്ലേ എന്നുള്ള ചോദ്യത്തിന് അലം യഅ്നി ലില്ലദീന ആമനു, വിശ്വാസികൾക്ക് ഇനിയും സമയമായിട്ടില്ലേ എന്ന ചോദ്യത്തിന് ഇനിയെങ്കിലും നമുക്ക് മറുപടി പറയാൻ കഴിയണം. ശരിയാണ്, എനിക്ക് സമയമായിട്ടുണ്ട്. ഇനി നമ്മുടെ മഹല്ലിൽ നടക്കുന്ന ഇത്തരം പ്രോഗ്രാമുകളിൽ ഇൻഷാ അള്ളാഹ് എന്നെ കൊണ്ട് പറ്റാവുന്ന രൂപത്തിൽ, ആരോഗ്യം കൊണ്ടാണെങ്കിൽ, എന്റെ കായികക്ഷമത കൊണ്ടാണെങ്കിൽ, എന്റെ സാമ്പത്തികം കൊണ്ടാണെങ്കിൽ, എന്റെ സംസാരം കൊണ്ടാണെങ്കിൽ, എന്റെ സമയം നൽകിയിട്ടാണെങ്കിൽ, എങ്ങനെയാണെങ്കിലും ഇൻഷാ അള്ളാഹ് ഞാനുണ്ടാകും. ഇതെന്റെ പരലോക വിജയത്തിന് വേണ്ടിയാണ് എന്ന് ആ രൂപത്തിലുള്ള ലക്ഷ്യബോധത്തോടുകൂടി, ഇഖ്ലാസോടുകൂടെ തുനിഞ്ഞിറങ്ങാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. അത് നമ്മുടെ കുടുംബങ്ങളിൽ നിന്നാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അവന് സ്വീകരിക്കുമാറാവട്ടെ.